ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ കേക്കാണ്. അതിനാവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ. 1 ഗ്ലാസ് മൈദ അരിച്ചു വെച്ചത്, 1/2 ഗ്ലാസ് വെജിറ്റബിൾ ഓയിൽ, 3/4 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, 2 മുട്ട, പൈനാപ്പിൾ വേവിച്ച് അരച്ച് വെച്ചിരിക്കുന്നു. കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഇത് ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ച ജാറാണ്. ഇതിലോട്ട് പഞ്ചസാര പൊടിച്ച് വെച്ചത് ഇടുക. 2 മുട്ട പൊടിച്ചതും കൂടെ ഇതിലോട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക. മുട്ടയും പഞ്ചസാരയും ഞാൻ അടിച്ചെടുത്ത് പഞ്ചസാര പൊടിച്ചത് കൊണ്ട് വലിയ താമസമൊന്നുമില്ല, ഒന്ന് കറക്കി വെച്ചാൽ മതി. പിന്നെ അതിലോട്ട് ഈ ഓയിൽ കുറേശ്ശെയായിട്ട് ഒഴിക്കണം. ഒന്നിച്ചൊഴിക്കരുത്, നല്ല കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് മെല്ലെ അടിച്ചു കൊണ്ടുവരിക. മുട്ടയും പഞ്ചസാരയും ഓയിലും കൂടെ ചേർത്ത് അടിച്ചാൽ ഇത് നമുക്കൊരു ജാറിലോട്ട് മാറ്റാം. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് നല്ല ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയും ഇട്ടൊന്ന് ഇളക്കുക. ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ ഇട്ട് നല്ല ഇളക്കി യോജിപ്പിക്കുക. ഇതിലോട്ട് ഒരു 2-3 തുള്ളി വനില എസൻസ് ചേർക്കുക. 2-3 തുള്ളി മതി കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ് എല്ലാം കൂടെ ഇച്ചിരി മൈദ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതാണ്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഇതിൻ്റെ അടിയിലോട്ട് പോയിട്ട് ചിലപ്പോൾ കേക്ക് കരിഞ്ഞ് കൊളാവും. അപ്പോൾ അത് ഇങ്ങനെ ഈ മൈദപ്പൊടി ഉണ്ടല്ലോ, മൈദപ്പൊടി ഇട്ട് അങ്ങനെ അടിയിട്ട് വയ്ക്കുക. അതും ചേർത്ത് ഒന്നുകൂടെ നല്ല വെള്ളത്തിലോട്ട്. ഇവിടെ ഞാൻ ബേക്കിംഗ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് ഈ ടിന്നിലോട്ട് ഓയിൽ വരട്ടിയിട്ട് കടലാസ് വെച്ച് വൈകിലോട്ട് കടലാസ് വെക്കണം. ചിലപ്പോൾ ഈ അരികിൽ പൊട്ടി പിടിക്കാൻ കാണിച്ചുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിലേക്ക് നമ്മുടെ മിശ്രിതം ചേർക്കുക. ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലവണ്ണം പറ്റി കൊടുക്കുക. കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് ഒരു 10 മിനിറ്റ് ചൂടാക്കുക. ഈ പാത്രം ചൂടായ ഇതിലോട്ട് കേക്ക് ബാറ്ററി നല്ല ഇറക്കി വയ്ക്കുക. നന്നായി മൂടി ഒരു 40 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്നു നോക്കിയേ. ഒന്ന് കുത്തി നോക്കട്ടെ, തയ്യാറായി നോക്കട്ടെ. ആയി കേട്ടോ. ഇത് ചൂടാകാനായി മാറ്റി വയ്ക്കുക. എൻ്റെ പൈനാപ്പിൾ കേക്ക് നോക്കിക്കേ, നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്നിങ്ങനെ ചെയ്ത് നോക്കണേ. ഇനി ഒരു ചെറിയ ഡെക്കറേഷൻ കൂടെ ഉണ്ട്. ഫോർക്ക് എടുത്തിട്ട് ഇത് അവിടെ ഇവിടെയൊക്കെ കുത്തി കൊടുക്കുക. നമ്മൾ കുത്തി കൊടുക്കണേ. ഞാനിതിലോട്ട് എൻ്റെ പുറത്തോട്ട് സംഭവം ഒഴിക്കുവേ. എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായി കാണും ചിലർക്കൊക്കെ. ഒഴിക്കാൻ പോകുന്ന ഒരു സംഭവം പൈനാപ്പിൾ സിറപ്പ് ഇതിൻ്റെ മണ്ടലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക.
ഇനിയൊരു സംഭവം കൂടെ ഉണ്ട്. എൻ്റെ ഈതനെയും എസ്തമേനെ പറ്റിക്കാൻ നോക്കിക്കേ, ചുമ്മാ അതിലോട്ട്. എൻ്റെ ഈതനും എസ്തമയ്ക്കും വേണ്ടിയാണ് ഇതൊരു ഡെക്കറേഷൻ നടത്തുന്നത്. ചുമ്മാ ഇതൊക്കെ ചുമ്മാ കാണിക്കുന്ന കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടി. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകും. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കേക്ക് റെഡി.